മെഡിസെപ്പ് പോർട്ടൽ സ്തംഭിച്ചു. 10,000-ലേറെ പേർക്ക് ചികിത്സാ ആനുകൂല്യം നിഷേധിക്കപ്പെട്ടതായി പരാതി. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ വെബ് പോർട്ടൽ സ്തംഭിച്ചതിനെ തുടർന്ന് ചികിത്സാ ആനുകൂല്യം നിഷേധിക്കപ്പെടുന്നതായി വ്യാപക പരാതി. പോർട്ടലിനുണ്ടായ സാങ്കേതിക തകരാർ മൂലം കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ 10,000-ലേറെ രോഗികൾക്കാണ് പണരഹിത ചികിത്സാ ആനുകൂല്യം ലഭിക്കാതെ സ്വന്തം ചെലവിൽ ആശുപത്രി വിടേണ്ടി വന്നത്. പ്രതിസന്ധി രൂക്ഷമായതോടെ ധനവകുപ്പ് അധികൃതർ ഇൻഷുറൻസ് കമ്പനി മേധാവികളുമായി അടിയന്തര ചർച്ച നടത്തി. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് ഇൻഷുറൻസ് കമ്പനി ഉറപ്പു നൽകിയതായി ധനവകുപ്പ് വ്യക്തമാക്കി. പദ്ധതിയുടെ 2ാം ഘട്ടത്തിൽ കൂടുതൽ ചികിത്സകളും ആനുകൂല്യങ്ങളും ഉൾപ്പെടുത്തി പോർട്ടൽ പരിഷ്കരിക്കുന്നതിനിടെ വിവരങ്ങൾ സമർപ്പിക്കുന്നതിലുണ്ടായ സാങ്കേതിക തടസ്സങ്ങളാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. വെബ് പോർട്ടൽ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കവേ ഈ മാസം 14 മുതൽ 18 വരെയാണ് പ്രധാനമായും തടസ്സങ്ങൾ നേരിട്ടത്. പോർട്ടൽ സ്തംഭിച്ചതോടെ ക്ലെയിമുകളുടെ അംഗീകാരവും വൈകുകയാണ്. നിലവിൽ 2,917 ക്ലെയിമുകൾക്ക് പ്രാഥമിക അംഗീകാരവും 5,367 ക്ലെയിമുകൾക്ക് അന്തിമ അംഗീകാരവും നൽകാൻ ബാക്കിയുണ്ട്. തടസ്സങ്ങൾക്കിടയിലും ഏതെങ്കിലും ഗുണഭോക്താവിന് അർഹതപ്പെട്ട പണരഹിത ചികിത്സ ലഭ്യമായിട്ടില്ലെങ്കിൽ അത് പരിശോധിച്ച് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ധനവകുപ്പ് ഉറപ്പു നൽകുന്നു. അതേസമയം പദ്ധതിക്കെതിരെ കടുത്ത വിമർശനവുമായി ഭരണ അനുകൂല സംഘടനകളും രംഗത്തെത്തി. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പ്രതിമാസ വിഹിതം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മെഡിസെപ്പ് പദ്ധതി തന്നെ ഇപ്പോൾ വെന്റിലേറ്ററിലാണെന്നാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ ആരോപണം. 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുന്ന മാറ്റങ്ങളാണ് മെഡിസെപ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1ാം ഘട്ടത്തിൽ ഉണ്ടായിരുന്ന 1,920 പാക്കേജുകൾക്ക് പകരം 2ാം ഘട്ടത്തിൽ 2,516 പാക്കേജുകൾ ഉൾപ്പെടുത്തി. സ്വകാര്യ ആശുപത്രികളിലടക്കം മുറിവാടക ഇനത്തിൽ അനുവദിച്ചിരുന്ന തുക 2,000 രൂപയിൽ നിന്നും 5,000 രൂപയായി വർദ്ധിപ്പിച്ചു. സർക്കാർ ആശുപത്രികളിലെ പേവാർഡ് വാടകയായി 2,000 രൂപ അനുവദിക്കും. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.